Hi, good evening all. Audio okay ആണോ? കേൾക്കുന്നുണ്ടോ? ഒന്ന് ഓഡിയോ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലോട്ട് കമന്റ് ചെയ്യാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ലേറ്റ് ആയി, ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ്. അപ്പൊ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which component of Hames fluid act as a preservative to prevent bacterial growth? അപ്പൊ നമ്മള് ജയിലിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ടോട്ടൽ സെൽ കൗണ്ട്. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത Q&A സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ. എന്താണ് സോഡിയം ക്ലോറൈഡ് ആണോ, മെർക്കുറി ക്ലോറൈഡ് ആണോ, സോഡിയം സൾഫേറ്റ് ആണോ, അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണോ? ഏതായിരിക്കും വരുക? ഏതായിരിക്കും വരുക? നമ്മൾ RBCയുടെയും WBCന്റെ എല്ലാം അല്ലെ കൗണ്ട് എങ്ങനെയാണ് കാണുക അല്ലെ? നമ്മൾ ഹീമോസൈറ്റോമീറ്റർ അല്ലെ, അതിൽ യൂസ് ചെയ്യുന്ന ഡൈല്യൂഷൻ ഫ്ലൂയിഡ് RBCക്ക് വേറെയാണ്, WBCക്ക് വേറെയാണ്, പ്ലേറ്റ്ലെറ്റ്സിന് വേറെയാണ്, ഈസ്നോഫിലിക് കൗണ്ട് ഒക്കെ വേറെയാണ്. ഓരോന്നിന്റെ എത്രയാണ് നോർമൽ റേഞ്ച്? ഈ റേഞ്ച് കൂടിയാൽ എന്താ സംഭവിക്കും, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള Q&A സെക്ഷൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് വേഗം വേഗം കമന്റ് ചെയ്യാം കേട്ടോ. യെസ്, ഓപ്ഷൻ ബി ആണ്, മെർക്കുറി ക്ലോറൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ റാഷണൽ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. മെർക്കുറി ക്ലോറൈഡ് ഈസ് സ്പെസിഫിക്കലി ഇൻക്ലൂഡഡ് ഇൻ ഹെയിംസ് ഫ്ലൂയിഡ് ടു പ്രിവെന്റ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. ഓക്കെ, then next നോക്കാം. വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് മാനുവൽ ഡൈല്യൂഷൻ ഫോർ ആൻഡ് RBC കൗണ്ട് ഇൻ RBC പൈപ്പറ്റ്? എത്രയാണ് ഒരു സ്റ്റാൻഡേർഡ് മാനുവൽ ഡൈല്യൂഷൻ? 1:10 ആണോ, 1:20 ആണോ, 1:100 ആണോ, 1:200 ആണോ? ഏതായിരിക്കും വരുക? എന്തായിരിക്കും? 10 ആണോ, 20 ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 1:200 ആണ്. RBCന്റെ നോർമൽ റേഞ്ച് എത്ര വരും? RBC കൗണ്ട് എത്രയായിരിക്കും? ഒരു നോർമൽ റേഞ്ച് എത്രയായിരിക്കും വരിക? ഒന്ന് കമന്റ് ചെയ്തേ. അതുകൊണ്ടാണ് RBC ഡൈല്യൂഷൻ അല്ലെ, ഡൈല്യൂഷൻ കുറച്ച് കൂടുതൽ അല്ലെ? യെസ്, ഡി ആണ്. ഇനി WBCയിലോട്ട് വരുമ്പോൾ അത് 20 അല്ലെ, 20 ആവുന്ന കാണാം. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഏരിയ ഇംപ്രൂവ്ഡ് ന്യൂബാർ ചേംബർ ഈസ് യൂസ് ടു കൗണ്ട് RBC? ന്യൂബാർ ചേംബർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഇതിൽ ഈ 4 സർക്കിൾ ആണ് WBCക്ക്. അതിൻ്റെ ഉള്ളിൽ 16 അല്ലെ, 16 ഇങ്ങനെ കുട്ടി സർക്കിൾ ഉണ്ടാവും. ഈ സെന്ററിലുള്ളത് 25 ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത് അല്ലെ? അതില് ഈ കോർണറും ഈ കോർണറും ഈ കോർണറും ഈ കോർണറും ഈ സെന്ററിലുള്ള കോർണറും ആണ് ആർക്കുള്ളത്? നമ്മുടെ RBCക്ക് ഉള്ളത്. അപ്പൊ ഏതാ ആൻസർ വരിക? ഏത് ഓപ്ഷൻ ആണ്? 4 കോർണർ ലാർജ് സ്ക്വയർ ആണോ, അല്ലെങ്കിൽ 5 സ്മോൾ സ്ക്വയേഴ്സ് വിത്തിൻ സെൻട്രൽ ലാർജ് സ്ക്വയർ ആണോ, അല്ലെങ്കിൽ എൻറ്റയർ സെൻട്രൽ സ്ക്വയർ ആണോ, അല്ലെങ്കിൽ 9 ലാർജ് സ്ക്വയർ ആണോ? യെസ്, ഓപ്ഷൻ ബി ആണ്. യെസ്, ഓപ്ഷൻ ബി ആണ്. വെരി ഗുഡ്. 5 സ്മോൾ സ്ക്വയർ വിത്തിൻ സെൻട്രൽ ലാർജ് ആണ് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ ആ ഒരു 9 സ്ക്വയർ ആണ് മൊത്തത്തിലുള്ളത്. 1 mm ആണ് അതിന്റെ നീളവും വീതിയും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. Then what is a normal RBC range for an adult male according to the source? എന്താണ്? എന്താണ് റേഞ്ച്? എത്രയാണ് വരിക? ഇത് കമന്റ് ജസ്റ്റ് ഓപ്ഷൻ പോലും വായിക്കാണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ശരിക്കും അല്ലെ? WBC കൗണ്ടും RBC കൗണ്ടും അല്ലെ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. എത്രയാണ്? 3 to 4 million per cubic millimeter ആണോ, അല്ലെങ്കിൽ 4.4 to 6 million cubic millimeter ആണോ, അല്ലെങ്കിൽ 5 to 7 million per cubic millimeter ആണോ, അല്ലെങ്കിൽ 6 to 8 million per cubic millimeter ആണോ വരുക? യെസ്, യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്. എല്ലാവരും ബി തന്നെയാണ് അല്ലെ? ഓക്കെ, ഭവ്യ, ഹിബ, ഓക്കെ, ദിജിയാണോ? ഓക്കെ, കുറച്ച് പേരുകൾ എനിക്ക് കാണുന്നില്ല. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റേഞ്ച് വരുന്നത് 4.4 to 6 ആണ് അല്ലെ, പെർ ക്യൂബിക് മില്യൺ പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ്. ദെൻ പോളിസൈത്തീമിയ, അപ്പോ കൗണ്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, കുറയുമ്പോൾ എന്താ നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. പോളിസൈത്തീമിയ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻക്രീസ്ഡ് WBC കൗണ്ട് ആണോ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് RBC മാസ് ആൻഡ് ഹീമോഗ്ലോബിൻ ആണോ, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണോ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് പ്ലാസ്മ വോളിയം ആണോ? എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക? എന്തായിരിക്കും? എന്തായിരിക്കും? യെസ്,
ഇൻക്രീസ്ഡ് RBC ആൻഡ് ഹീമോഗ്ലോബിൻ ആണ് പോളിസൈത്തമിയ. ഇനിയിപ്പോ RBC കുറയുമ്പോ എന്താ സംഭവിക്കുക? ഓക്കെ, ഇത് കൂടുമ്പോൾ ഉള്ളത് പോളിസൈത്തമിയ ആണ്, ശരിയാണ്. കുറയുമ്പോ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? Polycythemia or erythrocytosis refers to increased RBC mass, usually with a corresponding increase in hemoglobin level. Okay, കുറയുമ്പോ എന്താ സംഭവിക്കുക? ബ്ലഡ് കുറയുമ്പോ എന്താ സംഭവിക്കുക? നമ്മള് ആകെ വിളർച്ച അല്ലെ, അനീമിക് അല്ലെ, അനീമിക് ആവാന്ന് പറയൂല്ലോ. ഓക്കെ, which condition is common cause of decreased RBC count? ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ. living at high altitude, anemia, dehydration, renal cell carcinoma. യെസ്, ഓൾറെഡി ഞാൻ ചോദിച്ചതാണ് അല്ലെ. അനീമിയ ആണ് RBC കൗണ്ട് കുറയുമ്പോൾ ഉള്ളത് അല്ലെ. അനീമിയ explicitly listed as primary cause of decreased RBC count. Okay, why are the first 2-3 drops discarded after mixing in an RBC pipe? എന്തുകൊണ്ടാ കളയണേ? ഫസ്റ്റ് 2 drops they contain too many cells ആയതുകൊണ്ടാണോ? they containing only diluting fluid from the system ആയതുകൊണ്ടാണോ? they are contaminated by pipette bed ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ they contain lysed cells? എന്തുകൊണ്ടാ അങ്ങനെ കളയണേ? ആദ്യത്തെ 2 ഡ്രോപ്സ് എന്തിനാ കളയുന്നത്? വേഗം എന്തിനാ കളയുന്നത്? യെസ്, ഓപ്ഷൻ ബി, they containing only diluting fluid from the stem. അതുകൊണ്ടാണ് കേട്ടോ. The capillary stem of the pipette containing only diluting fluid that did not participate in the mixing interval. Okay, അതുകൊണ്ടാണ്. Then next നോക്കാം, which diluting fluid use a formalin for fixation? Turkish fluid, Denger's fluid, Dacey's fluid, Hames fluid. Formalin for cell fixation ഏതാ? ഏത് diluting fluid ആണ് formalin for cell fixation യൂസ് ചെയ്യുന്നത്? ഇതിൽ ഏതാണ്? വേഗം ഒന്ന് കമന്റ് ചെയ്യൂ. വേഗം ആയിക്കോട്ടെ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. യെസ്, ഓപ്ഷൻ സി. ഓക്കെ, ആരാ കമന്റ് ചെയ്ത? ഫസ്റ്റ് കമന്റ് ചെയ്തല്ലോ, രാഖി അല്ലേ? ഓക്കെ, ഗായത്രി. ഓക്കെ, കറക്റ്റ് നോക്കി ആൻസർ ചെയ്യാം കേട്ടോ. Both RBC and platelet containing Dacey's fluid, formalin for fixation of cells. അപ്പോൾ പ്ലേറ്റ്ലെറ്റിലും ഉണ്ട് അല്ലേ? Then next നോക്കാം, in the manual RBC count calculation, the number of cell counted is multiplied by 50, 100, 1000, 10,000. RBC count calculation എല്ലാവർക്കും അറിയാലോ അല്ലെ? ഡൈല്യൂഷൻ ഫ്ലൂയിഡ് അല്ലെ, നമ്പർ ഓഫ് സെൽസ് കൗണ്ട്, പിന്നെ ലാസ്റ്റ് നമ്മൾ ഏരിയ ഡിവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ എങ്ങനെയാ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓപ്ഷൻ ഡി 10,000 ആണ് കേട്ടോ. 10,000 ആണ്. The standard formula of total RBC count per cubic millimeter is എങ്ങനെ കൗണ്ട് ചെയ്യാം? counted cells into 10,000. ഓക്കെ, നമ്മൾ നേരത്തെ ഡൈല്യൂഷൻ 1:200 ഡൈല്യൂഷൻ ഫാക്ടർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? അതൊക്കെ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ആണ്. Then what is the role of sodium sulfate in Hames fluid? സോഡിയം സൾഫേറ്റിന്റെ റോൾ എന്താണ്? ഫിക്സേഷൻ ആണോ, അല്ലെങ്കിൽ ലൈസിസ് ഓഫ് WBC ആണോ, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് സെൽ ക്ലംപിംഗ് ആണോ, അല്ലെങ്കിൽ പ്രിസർവേഷൻ? എന്താണ് സോഡിയം സൾഫേറ്റ്? ഹെയിംസ് ഫ്ലൂയിഡിന്റെ ഹെയിംസ് ഫ്ലൂയിഡിലുള്ള സോഡിയം സൾഫേറ്റിന്റെ റോൾ എന്താണ്? റോൾ എന്താണ്? സോഡിയം സൾഫേറ്റിന്റെ റോൾ എന്താണ്? യെസ്, പ്രിവെന്റിംഗ് ഓഫ് സെൽ ക്ലംപിംഗ്. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് സെൽ ക്ലംപിംഗ് ആണ്. While the ബാക്കി sodium sulfate standard part of Hames fluid ആണ്, used to ensure cell remain separate. Okay, ക്ലംപ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി. Then which hormone synthesized in the kidney regulate RBC production? ഇത് ആരും തെറ്റിക്കാൻ പാടില്ല. ഏത് ഹോർമോൺ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ത്രോംബോപോയിറ്റിൻ, എറിത്രോപോയിറ്റിൻ, ഇൻസുലിൻ, then ഹെപ്സിഡിൻ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആക്കാനായിട്ട് ഒന്നുമില്ല. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. പ്ലീസ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തു. ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. വേഗം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, ഓപ്ഷൻ ബി ആണ് എറിത്രോപോയിറ്റിൻ. ഓക്കെ, then next നോക്കാം, എറിത്രോപോയിസിസ് റെഗുലേറ്റഡ് ബൈ എറിത്രോപോയിറ്റിൻ EPO എന്ന് പറയും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. വിച്ച് ഈസ് സിന്തസൈസ്ഡ് പ്രൈമർലി ഇൻ ദ കിഡ്നി.
Then next നോക്കാം, glacial acetic acid in Turkish fluid is used to stain the nuclei, then lyses the RBC, fixes the WBC and acts as an anticoagulant. നമുക്കറിയാം WBC കൗണ്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ, നമ്മൾ എപ്പോഴും ഈ ഗ്ലേഷ്യൽ അസിറ്റിക് ടർക്കിഷ് ഫ്ലൂയിഡ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് വരുന്നത് അല്ലെ. അപ്പൊ അതിലൊരു ഇമ്പോർട്ടന്റ് കമ്പൗണ്ട് ആണ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ്. എന്താ അവരുടെ റോൾ വരുന്നത്? എന്താ, WBC ലൈസസ് ചെയ്യാനാണോ? അല്ല, ലൈസസ് RBC. നമുക്ക് WBC കൗണ്ട് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ലൈസസ് ദ RBC. Then acetic acid lyses the red cells, so they do not interfere with the counting of white cells. Okay. പിന്നെ ഇതിൽ വേറെ ഒരു സ്റ്റെയിൻ കൂടി ഉണ്ടല്ലോ. എന്താ ഇത്? ഈ ടർക്കിഷ് ഫ്ലൂയിഡില് ഈ ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് അല്ലാതെ ഒരു സ്റ്റെയിൻ ഉണ്ടല്ലോ. അതേതാ? ഏതാണത്? Gentian violet അല്ലേ? Okay. Which dye responsible for staining WBC nuclei in the manual count? ഇപ്പൊ തന്നെ ചോദിച്ചുള്ളൂ ഞാൻ. Eosin, methylene blue, Gentian violet, brilliant chrysal blue. എന്താണ്? Which dye is responsible for staining WBC nuclei in manual count? ഏതാ? ഇപ്പൊ നമ്മൾ ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ടർക്കിഷ് ഫ്ലൂയിഡിൽ. അതിന്റെ കൂടെ തന്നെ യെസ്, ഓപ്ഷൻ സി, Gentian violet. Okay, option C ആണ്. Okay, very good. Turkish fluid containing 1% of Gentian violet, which is specifically stain the nuclei of white cells. Okay. Then next, what is the standard dilution for WBC count using WBC pipette? 1:10, 20, 100, 200. അപ്പൊ RBC നമ്മൾ 200 ആണ് പറഞ്ഞിരുന്നു അല്ലെ. WBC എത്ര വരിക? Yes, 1:20. Option B, 1:20 ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Then the total WBC count 15,000 per CUMM cubic millimeter is an adult is termed as. അപ്പൊ WBC കൗണ്ട് കൂടുമ്പോൾ ല്യൂക്കോപെനിയ ആണോ ല്യൂക്കോസൈറ്റോസിസ് ആണോ? എന്താണ്? ഓപ്ഷൻ നോക്കാം. ല്യൂക്കോപെനിയ, ല്യൂക്കിമോയിഡ് റിയാക്ഷൻ, ല്യൂക്കോസൈറ്റോസിസ്, നോർമൽ. അപ്പൊ നമുക്കറിയാം WBCന്റെ എത്രയാ റേഞ്ച് വരുന്നത്? നോർമൽ 4000 തൊട്ടിട്ട് 11,000 ആണ് അല്ലേ? 4000 തൊട്ട് 11,000 ആണ് വരിക. ഈ 11,000 കൂടുമ്പോ എന്താ സംഭവിക്കുക? ഇവിടെ 15,000 ആണ് അല്ലെ. അപ്പൊ കൂടുതലാണ്. ഓക്കെ, കൂടുതലാണ്. 4000 കുറയുമ്പോ എന്താ പേര് പറയാ? അല്ലെങ്കിൽ ഈ 11,000 കൂടുമ്പോ എന്താ പേര് പറയാ? എന്താ പറയാ? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാവരും. ല്യൂക്കോപെനിയും ല്യൂക്കോസൈറ്റോസിസ് ആണെന്ന് ഉറപ്പായി. ല്യൂക്കോസൈറ്റോസിസ് ആണോ ല്യൂക്കോപെനിയ ആണോ എന്നൊരു കൺഫ്യൂഷൻ ആണ് അല്ലെ. എന്താണ്? ല്യൂക്കോസൈറ്റോസിസ്. ഓക്കെ, ല്യൂക്കോസൈറ്റോസ് ആണ് കൂടുന്ന ആ ഒരു കണ്ടീഷൻ അല്ലെ. 15,000. ഇനിയിപ്പോ കുറവാണെങ്കിൽ 4000-നേക്കാളും കുറയാണെങ്കിൽ എന്തായിരിക്കും? 4000-നേക്കാളും കുറവാണ്. ആ ഒരു കൗണ്ട് വരുന്നത് 4000-ത്തേക്കാളും കുറവാണ്. അപ്പൊ എന്ത് പറയും? ഒന്നും പറയൂലേ? എന്ത് പറയും? ഇവിടെ ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് മോർ ദാൻ 11,000 ആർ ടേംഡ് as ല്യൂക്കോസൈറ്റോസിസ്. മറ്റേത് ല്യൂക്കോപെനിയ ആണ്. ഓക്കെ, അപ്പോ ഈ WBC ല്യൂക്കോസൈറ്റ് എന്നാണ് പറയാ. RBC എന്താ പറയാ? എറിത്രോസൈറ്റ് എന്നാണ്. പ്ലേറ്റ്ലെറ്റിനെ ത്രോംബോസൈറ്റ് എന്ന് പറയും. ആ പേരുകൾ കൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. Then next നോക്കാം. Leukopenia is defined as total WBC count less than 11,000, 8,000, 4,000, 1,500. എത്രയാണ് വരിക? എന്താണ് വരിക? ഇപ്പൊ തന്നെ പറഞ്ഞോളൂ അല്ലെ. നമ്മൾ 4000 തൊട്ട് 11,000 ആണ് ആ റേഞ്ച്. അപ്പൊ ല്യൂക്കോപെനിയ എന്ന് പറയുമ്പോൾ 4000-ലും താഴെയാണെങ്കിൽ ല്യൂക്കോപെനിയ ആയിരിക്കും. ഓക്കെ, total leukocyte count is less than 4,000 CUMM is termed as leukopenia. Okay, which area of the Neubauer chamber is used for manual WBC count? WBC എങ്ങനെയാ? നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ വരച്ച് കാണിച്ചിരുന്നു അല്ലെ. The central 1 mm square ആണോ, അല്ലെങ്കിൽ 4 corner 1 mm square ആണോ, 5 small RBC square ആണോ, അല്ലെങ്കിൽ 2 large square ആണോ? എന്തായിരിക്കും? എന്താണ്? Which area of Neubauer chamber is for RBC count? 1 central 1 mm square, അല്ലെങ്കിൽ 4 corner 1 mm square, then 5 small RBC square, 2 large square. എന്തായിരിക്കും? യെസ്, 4 corner ആണ് അല്ലെ. 4 corner ആണ് വരിക. Then if 100 cell are counted in WBC area 1:20 dilution, total count എത്രയായിരിക്കും?
2000, 5000, 20,000. 100 cells ആണ്. 100 cells ആണ്. അപ്പൊ എങ്ങനെയാ? യെസ്, 5000. 5000 ആണ് വരിക. ഓക്കെ, ഇവിടെ കൗണ്ടഡ് നമ്പർ ഓഫ് സെൽ കൗണ്ടഡ് ഇൻറ്റു 50 ആണ്. ഓക്കെ, അപ്പൊ 100 ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു 50 വരുമ്പോൾ 5000 ആയിരിക്കും. നമ്മൾ RBCയിൽ എത്രയായിരുന്നു? നമ്പർ ഓഫ് സെൽ കൗണ്ടഡ് ഇൻറ്റു 10,000 ആണ് കേട്ടോ. 10,000 ആണ്. അപ്പൊ ഒരു വ്യത്യാസം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. Then why must the WBC count is corrected if nucleated RBC and RBC are seen on the smear? WBC count corrected nucleated RBC ഉണ്ടെങ്കിൽ എന്താ? NRBC are smaller than WBC and NRBC is not lysed by Turkish fluid and are counted as WBC, and NRBC interfere with gentian violet staining and NRBC causes WBC clumping. എന്താണ് WBC count കറക്റ്റ് ചെയ്യുന്നത്? വെൻ ന്യൂക്ലിയേറ്റഡ് അവിടെ ആ സ്മിയറിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? യെസ്, NRBC are not lysed by Turkish fluid and are counted as WBC. ഈ ടർക്കിഷ് ഫ്ലൂയിഡിൽ എന്താ ഉള്ളേ? ഈ RBC ലൈസ് ചെയ്യാനുള്ള ഒരാളുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പേര്? RBC ലൈസ് ചെയ്യാനുള്ള ഒരാളുണ്ടായിരുന്നല്ലോ. ആരായിരുന്നു? ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ്. ഓക്കെ, ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ആണ് അല്ലേ? Because NRBC possess nuclei and are not lysed by the acid, they are visually indistinguishable from leukocytes in the counting chamber. ശരിക്കും നോർമലി ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് വെച്ചിട്ട് എല്ലാം ലൈക്സ് ചെയ്ത് കളയും. നമുക്ക് WBC മാത്രമേ വേണ്ടുള്ളൂ. Then which glass bead is found in WBC pipette? Red, white, blue, clear. Which glass bead? ഏതാണ്? യെസ്, വൈറ്റ് ആണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. The white bead identifies the WBC pipette and assists in mixing the sample with diluted. Then next നോക്കാം. വേഗം ആൻസർ ചെയ്യാട്ടോ. A shift to the left in a WBC count is refers to increased lymphocyte, presence of immature neutrophilic cells, decreased total count and increased eosinophils. എന്താണ് വരിക? സോറി, എന്തായിരിക്കും വരിക? ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. യെസ്, ഓപ്ഷൻ ബി ആണ്. പ്രസൻസ് ഓഫ് ഇമ്മേച്വർ ന്യൂട്രോഫിലിക് സെൽസ് ആണ്. ഓപ്ഷൻ ബി ആണ്. ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഇമ്മേച്വർ ഫോം ലൈക്ക് ബാൻഡ് ഫോം, ദെൻ മെറ്റാമൈലറ്റോസൈറ്റ്സ് ഓർ മൈലറ്റോസൈറ്റ്സ് ഇൻ ദ ബ്ലഡ്. Then which of these conditions in a cause of leukocyte? Thyroid fever, exercise, aplastic anemia, radiation exposure. ഏത് കണ്ടീഷൻ ആണ് ഫിസിയോളജിക്കൽ കോസ് ഓഫ് ല്യൂക്കോസൈറ്റ്? ഏതാണ്? വേഗം കമന്റ് ചെയ്യും. എക്സർസൈസ് ആണ്. ഓക്കെ, വേഗം കമന്റ് ചെയ്യാം കേട്ടോ. ഫിസിയോളജിക്കൽ ല്യൂക്കോസൈറ്റ് occurs due to exercise shifting the cells from marginating the cell circulating pool and pregnancy. ഇനി പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ് കേട്ടോ. RBCന്റെ WBCന്റെ കഴിഞ്ഞു. ഇനി പ്ലേറ്റ്ലെറ്റും നമ്മൾ അബ്സല്യൂട്ട് ഈസ്നോഫിലിക് കൗണ്ട് നോക്കാം. What is the normal range of platelet healthy adult? In a healthy adult എത്രയാണ്? 40 to 450 ആണോ? 4,000 to 11,000 ആണോ? അല്ലെങ്കിൽ 1,50,000 to 4,50,000 and 4.4 to 6 million per cubic millimeter. എത്രയാണ് വരിക? പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം. യെസ്, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ഡെങ്കി ഒക്കെ വന്ന കണ്ടീഷനിലേക്ക് നമുക്ക് ഡെങ്കി വന്ന ആൾക്കാരും നമുക്ക് പരിചയമുള്ള ആൾക്കാർ. അപ്പൊ ആ സമയത്ത് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിനെ പറ്റിയിട്ടൊക്കെ നമ്മളെല്ലാവരും നല്ല ബോധറാണ് അല്ലെ. 1,50,000 മുതൽ 4,50,000 വരെ ഡെങ്കി ഒക്കെ വരുന്ന ടൈമിൽ ഒരു 40,000 അല്ലെ 10,000 ആ ഒരു റേഞ്ച് വരെ അത്രയും കുറയും. അതാണ് ഭയങ്കര പ്രശ്നമാവുന്നത്. Then which platelet diluting fluid uses 1% ammonium oxalate to lyse RBC? Race esca fluid, then Dacey's fluid, then Brecher Cronkite fluid, Hames fluid. ഇതില് ഈ റേസസ് എസ്കാർ ഫ്ലൂയിഡും ഡേസീസ് ഫ്ലൂയിഡും ഒക്കെ ഈ ബ്രെഞ്ചർ ക്രോണൈറ്റ് ഫ്ലൂയിഡ് ഒക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് പ്ലേറ്റ്ലെറ്റിന്. ഇനി 1% അമോണിയം ഓക്സലേറ്റ് ഉപയോഗിക്കുന്ന ആരാ? ഇതിലേതാ? യെസ്,
Yes, very good. Option C ആണ്. Option C ആണ്. Brincher Cronkite fluid ആണ്. Okay. Brincher Cronkite fluid consists of 1% ammonium oxalate ആണ്, which effectively RBC lays ചെയ്യും. Okay, platelet visualization വേണ്ടിയിട്ട്. Then thrombocyte is clinically defined platelet count below. എത്രയാണ്? ഇതിലേതാ വരും? 4,50,000 ആണോ, 1,50,000 ആണോ, 50,000 ആണോ, 20,000 ആണോ? 4,50,000 ആണോ, 1,50,000 ആണോ, 50,000 ആണോ, അല്ലെങ്കിൽ 20,000 ആണോ? ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ 1,50,000 കുറയുമ്പോഴാണ് ത്രോംബോസൈറ്റോപെനിയ. ഓക്കെ, ത്രോംബോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഈ 4,50,000 കൂടുന്ന ഒരു കണ്ടീഷൻ അല്ലേ? ഓക്കെ, ത്രോംബോസൈറ്റോപെനിയ ആണ്. 1,50,000 കുറയാൻ പാടില്ല. Then spontaneous bleeding typically occurs when platelet count falls below. പെട്ടെന്നൊരു spontaneous bleeding ഒക്കെ ഉണ്ടായാൽ എങ്ങനെയാണ്? 1 lakh ആണോ, 50,000 ആണോ, 20,000 ആണോ, 1,50,000 താഴെ പോവും. എങ്ങനെ, എത്ര താഴെ പോവും? എത്ര താഴെ പോവും? യെസ്, 20,000 per cubic millimeter. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. സ്പോണ്ടേനിയസ് ബ്ലീഡിംഗ് ഇൻ എ ക്ലിനിക്കൽ ഫീച്ചർ ജനറലി അസോസിയേറ്റ് വിത്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു 20,000 ക്യൂബിക് മില്ലിമീറ്ററിന്റെ താഴെ വരെ പോകും. ഓക്കെ, then which condition is associated with reactive secondary thrombocytosis? Essential thrombocythemia, iron deficiency anemia, aplastic anemia, ITP. എന്താണ് വരിക? എന്ത് വരും? ഏത് കണ്ടീഷൻ ആണ്? യെസ്, അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അയൺ ഡെഫിഷ്യൻസി is a recognized cause of secondary reactive thrombocytosis. Okay, then giant platelet megathrombocytes are commonly seen ആണോ, അല്ലെങ്കിൽ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയയിലാണോ, അല്ലെങ്കിൽ ഐഡോപാത്തിക് ത്രോംബോസൈറ്റോപെനിക് പർപ്യൂറ ITP യിലാണോ, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ആണോ? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ITP ആണ്. ഐഡോപാത്തിക് ത്രോംബോസൈറ്റോപെനിക് പർപ്യൂറ ആണ്. ഓപ്ഷൻ സി. ഓക്കെ, ITP accelerated compensatory production of E leads to a larger younger platelet megathrombocytes. Which hormone produced in the liver is the primary regulator of platelet production? Erythropoietin, thrombopoietin, then hepcidin, thyroxine. ഏതാണ്? ഏത് ഹോർമോൺ ആണ്? ഏത് ഹോർമോൺ ആണ്? യെസ്, ഓപ്ഷൻ ബി, thrombopoietin ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. Thrombopoiesis platelet formation is regulated by primarily thrombopoietin TPO. നേരത്തെ നമ്മൾ EPO ഒക്കെ പരിചയപ്പെട്ടതാണ്, synthesized in liver. Then what is the normal lifespan of platelet? 120 days ആണോ, 30 days ആണോ, 8 to 10 days ആണോ, 24 hours ആണോ? നോർമൽ ലൈഫ് സ്പാൻ എത്രയാണ് പ്ലേറ്റ്ലെറ്റിന്റെ? എത്രയാണ്? വേഗം വേഗം, എത്രയാണ്? 8 to 10 days ആണ്. ഈ 120 days എവിടെ കണ്ടിട്ടുള്ളേ? ആർക്കാ 120 days? ആർക്കാണ്? ആർക്കാ 120 days നമ്മൾ എവിടെയാ കണ്ടിട്ടുള്ളേ? എവിടെയാ കണ്ടിട്ടുള്ളേ? RBCക്ക് അല്ലേ? 120 days ആണ് RBCക്ക്. Platelet circulates in the peripheral blood for approximately 8 to 10 days. Okay. Then massive blood transfusion can lead to എന്തുണ്ടാവും? Primary thrombocytosis, dilutional thrombocytopenia, essential thrombocythemia and erythroleukemia. Massive blood transfusion എന്തിലോട്ട് പോവും? എന്ത് സംഭവിക്കും? Dilutional thrombocytopenia. Okay. Option B. Okay, stored blood lack viable platelet. Large transfusion replace the volume, but not platelet diluting recipients existing count. Next നോക്കാം. In the manual platelet count method, which area of the chamber is used? ഏത് ഏരിയ? 4 corner ആണോ, അല്ലെങ്കിൽ 5 small RBC square ആണോ, the entire central 1 mm square ആണോ, all 9 large square ആണോ? എന്താണ് പ്ലേറ്റ്ലെറ്റിന്റെ? എന്താണ്? ഓൾറെഡി RBC WBC ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, the entire central 1 mm square. Okay, platelet are counted across the entire central count 1 mm square, the Newbar chamber. Okay, next, what is a
used in raised escar fluid, stain platelet, gentian violet, eosine, brilliant chrysal blue, saffranin. എന്താ ഉപയോഗിക്കുന്നത്? എന്താ ഉപയോഗിക്കുന്നത്? എന്താണ് ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. യെസ്, ഓപ്ഷൻ സി ബ്രില്യൻറ്റ് ക്രിസൈൽ ബ്ലൂ ആണ്. ഇതിപ്പം കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്കൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല അല്ലെ, ചോദിച്ചിട്ടില്ല. ബ്രില്യൻറ്റ് ക്രിസൈൽ ബ്ലൂ എസ്കാർ ഫ്ലൂയിഡ്, സ്റ്റെയിൻ പ്ലേറ്റ്ലെറ്റ് ആർ പെയിൽ ബ്ലൂ കളർ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അബ്സല്യൂട്ട് ഈസ്നോഫിലിക് കൗണ്ട് ആണ് AEC. അപ്പൊ ഇതുവരെ പഠിച്ചിട്ട് RBC, WBC, പ്ലേറ്റ്ലെറ്റ്, അതിന്റെ നോർമൽ വാല്യൂ അല്ലെ, നോർമൽ റേഞ്ച്, നോർമൽ വാല്യൂ എത്രയാണ് വരിക, ഇത് കൂടിയാൽ എന്ത് സംഭവിക്കും അല്ലെ, ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ലുക്കോസൈറ്റോസിസ് അല്ലെ, ലുക്കോപ്പീനിയ നമ്മൾ കണ്ടു, അങ്ങനെയുള്ള എർത്രോസൈറ്റോസ് ആണോ, അങ്ങനെ എർത്രോസൈറ്റ്സ്, ആ പേരൊന്ന് ഓർത്തിരിക്കുക, എർത്രോസൈറ്റ്സ് അല്ലെ, പിന്നെ ലൂക്കോസൈറ്റ്സ്, ത്രോംബോസൈറ്റ്സ്, ആ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കൂടുമ്പോൾ എന്താ സംഭവിക്കുക, കുറയുമ്പോൾ എന്താ സൈറ്റോസ് ആണോ പെനിയാണോ, ഏത് കണ്ടീഷൻ ആണോ കൂടി നോക്കി വെക്കാം. ദെൻ നെക്സ്റ്റ് നോക്കാം, ഈസ്നോഫിലിക് കൗണ്ട് ആണ്. ടങ്കേഴ്സ് ഫ്ലൂയിഡ് കണ്ടെയ്നിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു ഫിക്സ് ഈസ്റ്റോഫിൽസ്. ഇതുപോലെ തന്നെ ഓരോന്നിന്റെയും ഡൈല്യൂട്ടിംഗ് ഫ്ലൂയിഡ് ഏതാണ്, ഇതിൽ എന്ത് കമ്പോണന്റ് ആണ് ഉള്ളത്. ഇപ്പോൾ WBCയിലുള്ളത് RBC ലൈസ് ചെയ്യുന്ന ഗ്ലേഷ്യൽ ആസിഡ് ടങ്കേഴ്സ് ഫ്ലൂയിഡ് തന്നെ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കുക. അപ്പൊ ഇവിടെ എന്താണ് ടങ്കേഴ്സ് ഫ്ലൂയിഡിൽ ഗ്ലേഷ്യൽ ആസിഡ് ആണോ, അസറ്റോൺ ആണോ, ഫോർമാലിൻ, എത്തനോൾ, എന്താണ്? യെസ്, അസറ്റോൺ, ഓപ്ഷൻ ബി. Okay. Then Denger's fluid uses acetone specifically for the fixation of eosinophilic. Okay. Then what is the normal range of AEC? 0 to 1% of total WBC, 40 to 450 cells per cubic millimeter, and 1000 to 2000 cells per cubic millimeter. Then 1,50,000 to 4,50,000. എങ്ങനെയാണ്? വളരെ കുറവാണല്ലേ. 40 to 400 ആണ്. Eosinophilic count 40 to 450 cells cubic millimeter. Then eosinophilia is defined as a AEC greater than the 100, 450, 1000, 4000. എന്തായിരിക്കും eosinophilia? എന്തായിരിക്കും eosinophilia? എന്തായിരിക്കും? Yes, 450. Okay, greater than 450. കൂടുതലാണെങ്കിൽ 42 ആണല്ലോ റേഞ്ച് വരുന്നത്. ഈസ്നോഫിലിയ ഡിഫൈൻഡ് ആസ് അബ്സല്യൂട്ട് ഈസ്നോഫിലിക് കൗണ്ട് exceeding 450 per cubic millimeter. Which of these classic cause of eosinophilia? Thyroid fever, hookworm infestation, then iron deficiency, bacterial pneumonia. എന്തായിരിക്കും? ഏതാണ് ക്ലാസിക് കോസ് ഓഫ് ഈസ്നോഫിലിയ? എന്താണ്? യെസ്, hookworm infestation. Parasitic infestation with tissue invasion such as hookworm or roundworm are primarily cause of eosinophilia. Okay. Which dye stain eosinophilic granules? Orange, red in Denger's fluid. Orange red. Gentian violet, methylene blue, eosine, hematoxylin. ഏതിലെയാണ്? വേഗം ആൻസർ ചെയ്യാൻ നമ്മുടെ തീരാനായ MCQs. Eosine, option C ആണ്. Eosine stain specific granule of eosinophils, orange red, making them identifiable. Okay. Why is the Fuchs Rosenthal chamber sometimes preferred over the newborn for AEC? എന്തുകൊണ്ടാ? It is easier to clean ആയതുകൊണ്ടാണോ? It has a greater depth, 0.2 mm, allowing for more cells to counted. അല്ലെങ്കിൽ it uses a less dilutant, അല്ലെങ്കിൽ it is cheaper. എന്തുകൊണ്ടാ ഈ ഫഷസ് റോസെന്താൽ ചേംബർ ഉപയോഗിക്കുന്നത്? It has a greater depth ആണ്, 0.2 mm, allowing for more cells to count. അതുകൊണ്ടാണ്. ഓപ്ഷൻ ബി ആണ്. ഫച്ചസ് റോസെന്താൽ ചേംബർ double the depth of newborn, 0.mm versus 0.1 ആണ് അല്ലെ, അവിടെ 0.1 mm ആണ്. Increase counting accuracy for rare cells like eosinophils. Okay. Eosinophilia is frequently observed in which hematological malignancy? Then Hodgkin lymphoma and polycythemia vera and aplastic anemia. ഏതാണ് eosinophilia frequently observed in which hematological malignancy? Hodgkin's lymphoma ആണ്. ഓപ്ഷൻ ബി ആണ്. Eosinophilia is listed as a frequent finding in case of
ഹോഡ്കിൻ ലിംഫോമ. ഓക്കെ, ഇനി ജസ്റ്റ് ജനറൽ സെൽ കൗണ്ടിന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഏത് ആന്റികോയാഗുലന്റ്, വിച്ച് ആന്റികോയാഗുലന്റ്സ് ആർ ചോയ്സ് ഫോർ റൂട്ടീൻ സെൽ കൗണ്ട്സ് ആൻഡ് പെരിഫറൽ സ്മിയേഴ്സ്? ഹെപ്പാരിൻ ആണോ, സോഡിയം സിട്രേറ്റ് ആണോ, EDT ആണോ, സോഡിയം ഫ്ലൂറൈഡ് ആണോ? കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്ന് വേഗം പറയൂ. എന്താണ്? ഹെപ്പാരിൻ ആണോ, സോഡിയം സിട്രേറ്റ് ആണോ, EDT ആണോ, സോഡിയം ഫ്ലൂറൈഡ് ആണോ? യെസ്, ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ്. EDTA is anticoagulant of choice for all cell count because it preserve cell morphology for up to 3 hours and count up to 12 hours ഒക്കെ വരെയാണെങ്കിലും. ഓക്കെ, the term pancytopenia refers to increased RBC, WBC and platelet, decreased WBC, RBC and platelet, and increased WBC count only and decreased hemoglobin only. എന്താ pancytopenia? Yes, yes, option B ആണ്. decreased RBC, WBC and platelet ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. Then next നോക്കാം. Pancytopenia is simultaneously reduction of 3 major blood cell lines ആണ്. anemia, neutropenia and thrombocytopenia. Okay, then next നോക്കാം. A dry tap during bone marrow aspiration is most common in iron deficiency anemia, myelofibrosis, acute infection, polycythemia vera. Dry tap during bone marrow, option B ആണ് myelofibrosis. Option B, myelofibrosis. Okay, in myelofibrosis the bone marrow is replaced by fibrous tissue making it impossible to aspirate liquid marrow. Dry tap. Okay, then which index indicate average volume of red cells? MCH, MCHC, MCV, RDW. എന്താണ്? ഏത് ഇൻഡെക്സ് ആണ്? ഏതാണ്? യെസ്, ഓപ്ഷൻ സി ആണ് MCV. ഓപ്ഷൻ സി ആണ് MCV. ഓക്കെ, മീൻ സെൽ corpuscular then volume, MCV is average volume of red blood cells expressed in femtoliter. Then what is the rule of 3 regarding hemoglobin HB and PCV? Rule of 3, HB is equal to PCV into 3, PCV is equal to HB into 3, and RBC is equal to HB into 3, and WBC is equal to RBC divided by 3. എന്താണ്? Rule of 3. Rule of 3. Yes, option B ആണ്. PCV is equal to HB into 3. PCV is equal to packed cell volume അല്ലേ? Normocytic normochromic samples, the PCV percentage is roughly 3 times hemoglobin value gram per deciliter. Okay, അപ്പൊ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ടോട്ടൽ സെൽ കൗണ്ടിന്റെ ഒരു ഏരിയ ആണ്. ജസ്റ്റ് നിങ്ങൾ ഇതിൽ ഏതൊക്കെ ഡൈല്യൂഷൻ ഫ്ലൂയിഡ് ആണ്, പിന്നെ ആ ഒരു കൗണ്ടിന്റെ റേഞ്ചും, പിന്നെ നമ്മൾ ഹീമോസൈറ്റോമീറ്ററിൽ നിങ്ങൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും ആ ഫോർമുലയും അല്ലെ. ഇപ്പൊ RBCയിലാണെങ്കിൽ ഡൈല്യൂഷൻ ഫാക്ടർ വന്ന് 200, അവിടെ WBCയിലാണെങ്കിൽ 20 ആണ്. കാരണം WBCയിലെ കൗണ്ട് 4000 തൊട്ടിട്ട് 11,000 ആണ്. പക്ഷെ RBCയിൽ നിങ്ങൾക്കറിയാം 4.45 മില്യൺ ആണ്. ഒരു റേഞ്ച് തന്നെ ഭയങ്കര വലുതാണ്. അതിനനുസരിച്ച് ആ ഡൈല്യൂഷൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഡൈല്യൂഷൻ ഫ്ലൂയിഡ് അതിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ റേഞ്ച് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു ഡിസീസ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.